മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. 3ാം വാർഷിക തിളക്കത്തിൽ ഹയ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. 2016 AP അനിൽകുമാർ MLA അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസ്തുത റോഡ് നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചത്. മണ്ഡലത്തിലെ 5 റോഡുകളുടെ നവീകരണത്തിനായി ഫണ്ട് ആവശ്യപ്പെട്ടുള്ള കത്തിൽ ഒന്നാമത്തേതായിരുന്നു വാണിയമ്പലം പൂളമണ്ണ റോഡ്. 8 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ അനുവദിച്ചു. തുടർന്ന് MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രസ്തുത റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിനായി 21 കോടി രൂപ അനുവദിച്ചുള്ള അറിയിപ്പാണ് കിഫ്ബിയിൽ നിന്നും ലഭിച്ചത്. ഇതോടെ വീണ്ടും യോഗങ്ങൾ ചേർന്ന് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ഉൾപ്പെടെ ചെയ്തു. സ്ഥലം ഏറ്റെടുക്കുന്നതിനുൾപ്പെടെ വെല്ലുവിളിയായ തടസ്സങ്ങൾ മന്ത്രിതലത്തിലുൾപ്പെടെ ചർച്ച നടത്തിയാണ് പരിഹാരമുണ്ടാക്കിയത്. എന്നാൽ ED അന്വേഷണം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ കിഫ്ബിയിലേക്കുള്ള ഫണ്ട് വരവ് നിന്നതോടെ പ്രവൃത്തി നീണ്ടുപോയി. ഇതോടെ 21 കോടി രൂപ 16 കോടി രൂപയാക്കി എസ്റ്റിമേറ്റ് മാറ്റി നൽകാൻ തിരിച്ചയച്ചു. നിർവ്വഹണ ഉദ്യോഗസ്ഥരുടെ ഇടയ്ക്കിടെയുള്ള സ്ഥലം മാറ്റവും പ്രവൃത്തിയെ ബാധിച്ചു. പിന്നീട് 16 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചു. ഈ കാര്യങ്ങൾക്കെല്ലാം AP അനിൽകുമാർ MLA ആണ് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതെന്ന് DCC ജനറൽ സെക്രട്ടറി NA മുബാറക് പറഞ്ഞു. കഴിഞ്ഞ 8 വർഷത്തിനിടെ പ്രസ്തുത റോഡിന്റെ ആവശ്യത്തിനായി ഏതെങ്കിലും ഒരു CPM നേതാവ് ഒരു തുള്ളി വിയർപ്പെങ്കിലും ഒഴുക്കിയിട്ടുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. 10 കോടിന്റെ എസ്റ്റിമേറ്റ് കൊടുത്തിട്ട് 21 കോടി അനുവദിച്ചത്. അങ്ങനെ വന്നപ്പോൾ വീണ്ടും അനിൽകുമാർ MLA വണ്ടൂരിലെ ജനപ്രതിനിധികളെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും യോഗം വിളിച്ച് അതിന്റെ വിശദീകരണം അജ്മൽ പറയും. സ്ഥലം ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പിനെ കൊണ്ട് ഉത്തരവ് ഇറക്കിച്ചു. എന്നിട്ട് ജില്ലാ കളക്ടറെ കൊണ്ട് ആ സ്ഥലം സർവേ നടത്തി ഇരുഭാഗത്തുമുള്ള ആളുകളുടെ നിന്ന് സമ്മതം വാങ്ങി. അതിനിടയിൽ വാണിയമ്പലത്ത് ചെന്ന് ചേരുന്ന സ്ഥലത്ത് ചില തർക്കങ്ങളുണ്ടായി. ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് നിരന്തരമായ ഇടപെടലിലൂടെ ആ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് 21 കോടി രൂപയുടെ എസ്റ്റിമേറ്റും തയ്യാറാക്കി. അതിനിടക്ക് ഇതിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ അടിക്കടി ഇങ്ങനെ സ്ഥലം മാറിപ്പോയി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഷൊർണൂരിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് ഇതിൻ്റെ ചുമതലയുള്ളത്. അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തി. അതിനിടക്ക് തിരുവനന്തപുരത്ത് കിഫ്ബിയുടെ ആസ്ഥാനത്ത് തന്നെ മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നാണ് എല്ലാ കടമ്പകളും ഓരോന്നായി തീർത്ത് MLA നടത്തിയ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അവർക്ക് കൊടുക്കുന്നത്. പിന്നെ മെല്ലെ ഏത് കഠിനാധ്വാനം നടത്തിയാലും ഇത് പ്രതീക്ഷിച്ചൊരു വേഗതയില്ല. അപ്പോഴാണ് പഴയ മേന്മ നടിച്ച പോലെ അല്ല കിഫ്ബിയിലേക്കുള്ള ഫണ്ട് വരവ് നിന്നു. ED അന്വേഷണവും അതുപോലെ തന്നെ മസാല ബോണ്ടിൻ്റെ കേസും മറ്റുമായി ഈ കിഫ്ബിയിലേക്കുള്ള ഫണ്ടിൻ്റെ വരവ് വന്നപ്പോൾ എല്ലാ പദ്ധതികൾക്കും ഫണ്ട് വെട്ടിപ്പൊക്കാൻ തീരുമാനിച്ചു. AP അനിൽകുമാർ MLA പറഞ്ഞാണ് പ്രവൃത്തിയുടെ ഫണ്ട് വെട്ടിക്കുറച്ചതെന്നും CPM ആരോപിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ചെയർമാനും ധനമന്ത്രി വൈസ് ചെയർമാനുമായ കിഫ്ബി എങ്ങനെയാണ് ഒരു MLA പറഞ്ഞാൽ ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയെന്നും അദ്ദേഹം ചോദിച്ചു. ഈ 8 വർഷത്തിനിടയിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഈ റോഡിനു വേണ്ടി ഒരു തുള്ളി വേർപ്പൊഴുത്തിയിട്ടുണ്ട്. CPMന്റെ ഈ വണ്ടൂരിലെ പ്രാദേശിക നേതാക്കൾ മാസത്തിൽ 1 or 2 പ്രാവശ്യം തിരുവനന്തപുരത്ത് പോകാത്തതില്ല. ഒരു മിനിറ്റ് നേരമെങ്കിലും ഈ റോഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കോ ധനകാര്യമന്ത്രിക്കോ കിഫ്ബിന്റെ ചെയർമാനോ ഈ റോഡുമായി ബന്ധപ്പെട്ട ഒരു നിവേദനം നൽകാൻ ഒരു വെള്ളപ്പേപ്പർ CPM ഈ 8 വർഷത്തിനിടയിൽ ചെലവഴിച്ചിട്ടുണ്ട്. അനിൽകുമാർ MLA പറഞ്ഞു ഫണ്ട് കെട്ടിക്കുറച്ചെന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം 1999 കിഫ്ബി എന്ന സ്ഥാപനം രൂപീകരിച്ചതിന് ശേഷം 821 പദ്ധതികളാണ് കിഫ്ബി ഏറ്റെടുത്തത്. 60,000 കോടി രൂപയുടെ പദ്ധതി നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അറിയാൽ അതിൽ 75% പദ്ധതികളുടെയും ഫണ്ട് വെട്ടിക്കുറച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്. ഇനി അനിൽകുമാർ MLA പറഞ്ഞാൽ കിഫ്ബി വെട്ടിക്കുറക്കും. ആരാ കിഫ്ബിയുടെ ചെയർമാൻ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരാ കിഫ്ബിയുടെ വൈസ് ചെയർമാൻ? കേരളത്തിലെ ധനകാര്യമന്ത്രി രാജീവ്. ആരാ കിഫ്ബിയുടെ മെമ്പർ സെക്രട്ടറി? സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറി. ആരാ കിഫ്ബിയുടെ CEO? AM എബ്രാം എന്ന് പറയുന്ന
സർക്കാരിൽ നിന്ന് വിരമിച്ച 3 ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന ഒരാളെ വീട്ടിൽ നിന്ന് വീണ്ടും കൊണ്ടുവന്ന് 5 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് മാർക്സിസ്റ്റ് പാർട്ടി നിയമിച്ച കെ അബ്രഹാം അദ്ദേഹമാണ് ഇതിൻ്റെ CEO. ഞാൻ ചോദിക്കട്ടെ, ഈ തലക്ക കിടക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA ആവശ്യപ്പെട്ടാൽ ഇവർ കൊണ്ടുപറ്റിക്കൊണ്ടു. ഞാൻ ചോദിച്ചു, CPM എന്താ? CPM എന്ന രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്തു? പരമാവധി അടുത്ത മെയ് മാസത്തിന് മുൻപേ റോഡ് പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന വിവരം ലഭിച്ചതോടെയാണ് CPM സമരരംഗത്തേക്ക് ഇറങ്ങിയതെന്നും NA മുബാറക് ആരോപിച്ചു. CPMന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ചെയർമാനായ കിഫ്ബിയുടെ കാര്യാലയത്തിന് മുൻപിലാണ് സമരം നടത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുള്ള സമര നാടകമാണ് CPM നടത്തുന്നതെന്ന് KPCC അംഗം KT അജ്മൽ പറഞ്ഞു. വാണിയമ്പലത്ത് റോഡിന്റെ തുടക്കത്തിൽ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുപാട് സമയമെടുത്തിട്ടുണ്ട്. 10 മീറ്ററിലാണ് ആദ്യം റോഡ് നിർമ്മിക്കാൻ കിഫ്ബി തീരുമാനിച്ചിരുന്നത്. ഇതാണ് ഫണ്ട് വെട്ടിക്കുറച്ച് 8.5 മീറ്ററിലേക്ക് ചുരുക്കിയത്. പലതവണ ഇതിനായി ഫയലുകൾ കിഫ്ബി മടക്കി അയച്ചിട്ടുണ്ട്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ മാസം തോറും നടത്താറുള്ള അവലോകന യോഗത്തിന് പുറമെ തിരുവനന്തപുരത്ത് 5 തവണ ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെ യോഗം MLA വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രവൃത്തി വൈകുന്നതുമായി ബന്ധപ്പെട്ട് MLA നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് ഫയലുകൾ മടക്കിയതുൾപ്പെടെയുള്ള കാരണങ്ങൾ കാണിച്ച് മന്ത്രി PM മുഹമ്മദ് റിയാസ് നൽകിയ മറുപടി സഭാരേഖകളാണ്. വണ്ടൂർ മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളുമായി ബന്ധപ്പെട്ട് കാലതാമസം നേരിടുന്ന വിഷയം ഉൾപ്പെടുത്തി MLA മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇത്തരത്തിൽ യോഗം വിളിച്ചു ചേർത്തും മറ്റും MLA നിരന്തരം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നും എന്നാൽ കിഫ്ബിയിൽ ഫണ്ട് ഇല്ല എന്ന കാരണത്താലാണ് പ്രവൃത്തി നിലവിൽ വൈകുന്നതെന്നും KT അജ്മൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് ജനപ്രതിനിധികളുടെ പൂർവ്വ പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ മീറ്റിംഗ് അടക്കം MLA ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബി ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് 5 തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ തന്നെ പല മാധ്യമങ്ങളും നിങ്ങളുടെ പത്രങ്ങളിലടക്കം വന്ന വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പൂളവണ്ണ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കൊടുത്ത വാർത്തയാണ്. ഇതുമായി കിഫ്ബി ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ച വാർത്തയാണ് ഇതിലുള്ളത്. എല്ലാ മാസവും കിഫ്ബിയുടെ മീറ്റിംഗ് നടക്കാറുണ്ട്. ആ മീറ്റിംഗിലൊക്കെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകനം നടക്കാറുണ്ട്. നിയമസഭയിൽ പൂളമണ്ണ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സൂപ്പർ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് നിയമസഭാ രേഖ പ്രകാരം കൊടുത്ത മറുപടിയാണിത്. അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, പൂളമണ്ണ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബി ഫയൽ മടക്കിയതും സാങ്കേതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിയമസഭാ രേഖകളാണ്. ഇത് ഞങ്ങൾ ആരും പത്രസമ്മേളനത്തിൽ പറയുന്നതല്ല, നിയമസഭാ രേഖകളാണ്. ഇതിൽ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ കിഫ്ബി ഉൾപ്പെടെയുള്ള വർക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലതാമസം നേരിടുന്നത്. ഇതിൽ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലുണ്ട്, വണ്ടൂർ ടൗൺ നവീകരണമുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ MLA-മാരെയും ഉദ്യോഗസ്ഥരുടെയും മീറ്റിംഗ് വിളിച്ച് അതുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനങ്ങൾ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ മീറ്റിംഗ് വിളിച്ചതിന്റെയും അതിന്റെ സാങ്കേതിക അനുമതികൾ ഓരോ തവണയും കിഫ്ബി ഇതിന്റെ ഭരണാനുമതി നൽകുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തിരിച്ചയക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ രേഖയുണ്ട്. കിഫ്ബിയിൽ ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് MLA വിളിച്ചു ചേർത്തതിന്റെ മിനിറ്റ്സാണ് ഇത്. കിഫ്ബിയിലെ മിനിറ്റ്സാണ്, ആ മിനിറ്റ്സിന്റെ പകർപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം, പക്ഷേ ഫണ്ടില്ല എന്നുള്ള കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഫണ്ട് ഇത് പ്രവൃത്തി പൂർത്തീകരിച്ചാൽ ഫണ്ട് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിരന്തരം ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ഇതിങ്ങനെ തർക്ക വിഷയമാക്കി നിർത്തുകയാണ്. ജനുവരി 15-നുള്ളിൽ പദ്ധതിക്ക് സാങ്കേതികാനുമതി ലഭിക്കുമെന്ന് CPM നേതാക്കൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ജനുവരി മാസത്തിൽ തന്നെ ടെൻഡർ പൂർത്തിയാകും. ഇതോടെ പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചപ്പോൾ പിതൃത്വം ഏറ്റെടുത്ത പോലെ നടപ്പിലാക്കുമ്പോൾ തങ്ങൾ സമരം ചെയ്തതുകൊണ്ടാണ് പ്രവൃത്തി നടന്നതെന്ന തരത്തിൽ പിതൃത്വം ഏറ്റെടുക്കാനുള്ള CPMന്റെ നാടകമാണ് ഇപ്പോൾ നടത്തുന്ന സമരം. സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും CPM കോട്ടകളിലടക്കം UDFന് വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഇത്തരത്തിൽ പാർട്ടിയുടെ അടിത്തറ നഷ്ടമാകുന്ന തരത്തിലുണ്ടായ വോട്ട് ചോർച്ച CPM നേതാക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കമാണ് CPM നടത്തുന്നതെന്നും KT അജ്മൽ ആരോപിച്ചു. ഇപ്പൊ CPMന്റെ സമരം നടക്കുന്നത് അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസം CPMന്റെ നേതാക്കൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഈ ജനുവരി 15-നുള്ളിൽ ഇതിന് സാങ്കേതിക അനുമതി TS ലഭിക്കുമെന്നുള്ളത് അവർക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ജനുവരി മാസത്തിൽ ഈ റോഡ് ടെൻഡർ പൂർത്തിയാകും. അപ്പൊ അങ്ങനെ ടെൻഡർ പൂർത്തിയാകുമ്പോൾ അതിന്റെ പിതൃത്വം 2017 ഏറ്റെടുത്തതുപോലെ ഇത്തവണ ഞങ്ങൾ സമരം ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ഇതിന്റെ ടെൻഡർ കഴിഞ്ഞത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാടകം. മറ്റൊന്ന്, എന്നെ പറഞ്ഞതുപോലെ ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ, ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് കിട്ടി.
ജില്ലാ പഞ്ചായത്തിന്റെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPM-ന്റെ കോട്ട എന്ന് പറയുന്ന തിരുവാലിയിലടക്കം UDF ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. 2500 വോട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവാലി പഞ്ചായത്തിൽ ലീഡ് ചെയ്തു. CPM-ന് ഏറ്റവും മെജോറിറ്റി ഉള്ള ഒരു പഞ്ചായത്താണ് നിയോജകമണ്ഡലത്തിൽ. ഇവിടെ അടക്കം CPM-ന്റെ അടിത്തറ നഷ്ടപ്പെടുന്നതിന്റെ കൃത്യമായ അസ്വസ്ഥത CPM-ന്റെ നേതാക്കളുടെ മുഖത്തുണ്ട്. ഇത്രയും വലിയ വോട്ട് ചോർച്ച, പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞിട്ടും UDF-ന് വലിയ വിജയമുണ്ടാക്കാൻ ഇവിടെയൊക്കെ കഴിഞ്ഞത് CPM-ന്റെ അടിത്തറ ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമര നാടകം മാത്രമാണിത്. രാഷ്ട്രീയ വിവേചനം കാണിക്കാതെ മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന MLA-യാണ് AP അനിൽകുമാർ എന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയമായി എതിർക്കുവാനാണ് CPM തീരുമാനമെങ്കിൽ കോൺഗ്രസും UDF-ഉം രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നും അജ്മൽ പറഞ്ഞു. വണ്ടൂർ നഗരവികസന പ്രവൃത്തിയുടെ പേരിലും CPM നടത്തിയ സമരം നാടകമാണെന്നും അജ്മൽ ആരോപിച്ചു. AP അനിൽകുമാർ MLA അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ 8 പഞ്ചായത്തിലും CPM-ന്റെ എന്നോ അല്ലെങ്കിൽ LDF-ന്റെ എന്നോ UDF-ന്റെ എന്നോ ഭേദമില്ലാതെ എല്ലാ മെമ്പർമാരുടെയും വാർഡുകളിലേക്ക് എല്ലാ പഞ്ചായത്തിലും കൃത്യമായി രാഷ്ട്രീയ വിവേചനം കാണിക്കാതെ ഫണ്ട് അനുവദിച്ച ഒരു MLA-യാണ് ശ്രീ AP അനിൽകുമാർ. അപ്പൊ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയമായി എതിർക്കാനാണ് CPM തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അതിന് കൃത്യമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസും UDF-ഉം അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വികസനം പറഞ്ഞാണെങ്കിൽ ഇതിന് കൃത്യമായി വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് കൃത്യമായി പോകുന്ന ആളാണ്. എന്ത് മീറ്റിംഗ് വിളിച്ചാലും ഇവിടുത്തെ CPM-ന്റെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് MLA മീറ്റിംഗ് വിളിക്കാറുള്ളൂ. അത് ഏത് താലൂക്ക് ആശുപത്രിയുടെ വികസനമായാലും മറ്റുള്ള റോഡ് വികസനമായാലും ഏത് കാര്യത്തിനും. അപ്പോൾ തീർച്ചയായിട്ടും വണ്ടൂരിലെ ജനങ്ങളുടെ പിന്തുണയും ജനങ്ങളുടെ സർട്ടിഫിക്കറ്റും AP അനിൽകുമാറിനുണ്ട്. CPM കൽപ്പിച്ചു നൽകുന്ന സർട്ടിഫിക്കറ്റ് തൽക്കാലം AP അനിൽകുമാർ MLA-ക്ക് ആവശ്യമില്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾ പൊതുയോഗത്തിലൂടെ, അതല്ലാതെ ഞങ്ങൾ ആകാശത്തേക്ക് ഉണ്ടയില്ലാത്ത വെടി പൊട്ടിക്കുകയല്ല, എല്ലാ കാര്യങ്ങളും കൃത്യമായ നിയമസഭാ രേഖയടക്കമുള്ള എല്ലാ രേഖകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് മീറ്റിംഗ് വിളിച്ചതിന്റെ മിനിറ്റ്സ് അടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെയാണ് CPM-ന്റെ മറ്റൊരു സമരം, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വണ്ടൂർ ടൗൺ നവീകരണം. വണ്ടൂർ ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ടൗണിലെ ബിൽഡിംഗ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി 3 സർവേ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. 3 സർവേ പൂർത്തിയായി കഴിഞ്ഞ് ഇനി ആ ബിൽഡിംഗ്, ആ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന പഴയ ബിൽഡിംഗ് ഏറ്റെടുക്കുന്നതിന് അതിന്റെ നഷ്ടപരിഹാര തുക തീരുമാനിക്കേണ്ടത് റവന്യൂ വകുപ്പാണ്. അപ്പൊ റവന്യൂ വകുപ്പ് ആ ഫണ്ട് എത്രയാണോ നഷ്ടപരിഹാര തുക അത് തീരുമാനിച്ച് അത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോസസ്സിംഗ് ആരംഭിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഓർഡർ വന്നിട്ടുള്ളത് ഭൂമി ഏറ്റെടുക്കുന്നത് വേറൊരു ഫയലായിട്ടും ടൗൺ നവീകരണത്തിൻ്റെത് വേറൊരു ഫയലായിട്ടും വീണ്ടും അയക്കണമെന്നാണ്. അതും ഈ പുളമണ്ണ റോഡ് മാതിരിയാണ്. കാരണം ഇനി അതിൻ്റെ വരുന്നൊരു കാലതാമസം കൂടി എടുത്ത് മുതലാക്കിയാൽ അത്രയും സമയം ഇത് വൈകിപ്പിക്കാം എന്നുള്ളതാണ്. ആ ബിൽഡിംഗ് ഉടമകളുടെ ബിൽഡിംഗ് ഉടമകളുടെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മീറ്റിംഗ് MLA-യുടെ ഓഫീസിൽ വിളിച്ചു ചേർത്ത് അവരോട് പരമാവധി വണ്ടൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം. സാധ്യമായ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി നഷ്ടപരിഹാര തുക നിങ്ങൾക്ക് വാങ്ങിത്തരുമെന്ന് MLA അടക്കം മീറ്റിംഗ് വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് അവരുടെ ഭൂമിയിൽ സർവേ അടക്കം പൂർത്തീകരിച്ചത്. ഇനി ആ നഷ്ടപരിഹാര തുക നിശ്ചയിക്കേണ്ടത് സർക്കാരാണ്. അതൊരു MLA-ക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അത് സർക്കാർ റവന്യൂ വകുപ്പ് നിശ്ചയിച്ചു കൊടുക്കണം. അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ വണ്ടൂർ ടൗണിന്റെയും നവീകരണ പ്രവർത്തികൾ പൂർത്തിയാകും. ഇത് പൂർത്തിയാകാൻ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുപ്പിക്കാനാണ് ആത്മാർത്ഥത വണ്ടൂരിന്റെ വികസനവുമായിട്ടുണ്ടെങ്കിൽ CPM-ന്റെ നേതാക്കൾ ചെയ്യാം. വാർത്താ സമ്മേളനത്തിൽ KPCC അംഗം KT അജ്മൽ, DCC വൈസ് പ്രസിഡന്റ് KC കുഞ്ഞിമുഹമ്മദ്, DCC ജനറൽ സെക്രട്ടറി NA മുബാറക്, ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് TP ഗോപാലകൃഷ്ണൻ, വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി, പോരൂർ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണെന്ന്. അതെ, ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.